എന്തൊരു പ്രാന്തം പടമാണത്. സി.ഡി. മൂസയിലെ കാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് സി.ഡി. മൂസക്കാർ തന്നെയാ. ഉണ്ട്. അതാണ് നമ്മൾ വന്ന് അതിമേ അറിയാലോ ലാലേട്ടൻ പരിചയപ്പെടുത്തുന്നത്. ധ്യാൻ ചേട്ടന്റെയും വിനീതേട്ടന്റെയും ഡയലോഗ് അവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്തോണ്ട് ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. ആരെ ചോദിച്ചത്? വിനീതേട്ടനാണ് ചോദിച്ചത്, ധ്യാൻ ചേട്ടനാണ് ചോദിച്ചത്? അവസരം തരൂ. എടുത്തതിന് ശേഷം വിനീതേട്ടൻ പറഞ്ഞു എനിക്ക് കുറെ കാലമായിട്ട് പറയാൻ പറ്റാതെ ഞാൻ പറഞ്ഞു. ധ്യാനേട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാലമായിട്ട് മുഖത്ത് നോക്കി പറയേണ്ട കുറച്ച് കാര്യമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ 29 years ഉണ്ട്. ഞാൻ കുറെ ശരിക്കും ഇപ്പം സോന പാട്ട് അതൊരു മണിച്ചേട്ടനായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട്. പക്ഷെ ആ പാട്ട് വന്നപ്പോഴും ആളുകൾ അത് മണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മണി ഉറപ്പായിട്ട് ഈ സിനിമയുടെ ഭാഗമായി. പിന്നെ നമ്മള് ഓരോ നമുക്ക് സലീമിന്റെ അവരത് സലീമിനെ ഒരു സീൻ 2 സീനിലേ വരുന്നുള്ളെങ്കിലും അതുപോലെ മണി ഉണ്ടാവും. അതൊക്കെയാണ് നമുക്ക് മിസ്സായിട്ടുള്ളത്. ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമായിരുന്നു. എന്താ ആങ്കറാന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സമയത്താണ് ഞാൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല കമന്റ്സും ആൾക്കാർക്ക് എൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ്സ് ഒക്കെ മാറി തുടങ്ങി. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ പോവായിരുന്നു. പിന്നെ ഒരു അവസരത്തിൽ ഞാനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. വീണ്ടും ആ ഹെയ്റ്റൊക്കെ ഞാൻ തിരിച്ചു വാങ്ങി. അതിനുശേഷം റീ എൻട്രിക്ക് പോകുന്ന സമയത്ത് ഞാൻ മനഃപൂർവ്വം എൻ്റെ ഫ്ലൈറ്റ് മിസ് ചെയ്തു. എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ നിർബന്ധപൂർവ്വം 2ാമത് ഫ്ലൈറ്റ് എടുത്ത് എനിക്ക് പോവേണ്ടി വന്നു. ആ ഫ്ലൈറ്റില് ദിലീപേട്ടനുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ബസ്സിനടുത്ത് പറഞ്ഞു ഷോ നടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിരുന്നു. അതെ. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടില്ല. അപ്പൊ ആ ഒരു സമയത്തും ദിലീപേട്ടൻ ഉണ്ടായിരുന്നു. ആ റീ എൻട്രിക്ക് ഞാൻ ഇട്ടത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇന്റർവ്യൂവിന് ഞാൻ ഇട്ട ഡ്രസ്സാണ്. തിരിച്ച് ഞാൻ ഇറങ്ങി വന്നപ്പോ അതേ സ്നേഹം എനിക്ക് വീണ്ടും കിട്ടി. അപ്പൊ അറിയാതെ എന്റെ നല്ല സമയങ്ങളിൽ ദിലീപേട്ടൻ ഒരു പാർട്ടായി മാറിയിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഒരു സിനിമ എന്ന് പറയുന്നത് 1-2 ആളുകളുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഒരു വെള്ളിയാഴ്ച നമ്മൾ തിയേറ്ററിൽ കാണുന്നത്. ചില സിനിമകൾ റിലീസാകുമ്പോൾ ഈ പടം നമ്മൾ കാണില്ല, അധിക നാൾ ഓടില്ല, 10 പേരിൽ കൂടുതൽ ഉണ്ടാവില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞ് വിധി എഴുതി എടുത്തു നിന്നും റിലീസ് ചെയ്ത് 2 ആഴ്ചകൾ പിന്നിടുമ്പോഴും 200-ൽ അധികം തിയേറ്റേഴ്സിൽ നിറഞ്ഞ സദസ്സോടുകൂടി ഇന്നും പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബബ്ബ. ഒരുപാട് സന്തോഷത്തോടു കൂടി അതിന്റെ സന്തോഷം നമ്മളോട് കൂടി ഷെയർ ചെയ്യാൻ ടീം ബബ്ബയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. വെൽക്കം. നമസ്കാരം. ആക്ച്വലി ഐ എം സോ ഹാപ്പി. എന്തൊരു പ്രാന്തം പടമാണത്. ഈ ലോജിക്ക് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി മാഡ്നസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബുക്ക് മൈ ഷോയിൽ രാവിലെ 8 മണി മുതൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ തള്ളല്ല കേട്ടോ, ഇനിയിപ്പോൾ തള്ളാന്ന് പറയുക ആൾക്കാർ. അങ്ങനെ ഒരു ഇൻസിഡന്റ്. കുറേ വെയിറ്റ് ചെയ്തിട്ടും കൊച്ചിയിൽ 2 തിയേറ്റേഴ്സിലേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം 10-11 മണിയൊക്കെ ആവാറായി നമ്മൾ ഉദ്ദേശിച്ച തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടത്. നോർമലി ഞാൻ കൊടുങ്ങല്ലൂർ ഡി സിനിമാസിലാണ് കാണാറ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഹാപ്പിനെസ് തന്നൊരു മൊമെന്റ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സി.ഡി. മൂസയിൽ ബിന്ദു ചേച്ചിയുടെ ഒരു സീൻ ഉണ്ടല്ലോ, എൻ്റെ TV എൻ്റെ മിക്സി. അതേപോലെ ഞാൻ ഇതിൽ നിന്ന് എവിടെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മൂവി. ഭയം, ഭക്തി, ബഹുമാനം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. സ്റ്റിൽ സിനിമ ഓളമായിരുന്നു. കയ്യടികൾ കൊണ്ട് ചില സമയത്ത് നമുക്ക് ഡയലോഗ്സ് കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പാട്ടിന് ആളുകൾ നൃത്തം വയ്ക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സെലിബ്രേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നമ്മളും ആ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം എല്ലാവരും പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അത് തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ ക്രൗഡ് ആകുമ്പോഴാണ് ഭയങ്കര അതിൻ്റെ മൂർധന്യത്തിലെത്തുക എന്ന് പറയില്ലേ. ആളുകൾ നമ്മൾ ക്യാരക്ടേഴ്സ് പറയുന്ന തമാശകൾക്കും സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന തമാശകൾക്കും ഒക്കെ അവിടെ എൻജോയ് ചെയ്യായിരുന്നു ആൾക്കാർ.
പൊട്ടിച്ചിരിക്കുക തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് വരുമ്പോൾ ഇറങ്ങി ആടുക എന്നൊക്കെ പറയുന്ന ഒരു ഫീലില്ലേ, അത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ സിനിമകൾ റിലീസാകുമ്പോൾ അത് നമുക്ക് ലാലേട്ടൻ്റെ സിനിമകൾക്ക് മമ്മൂക്ക സിനിമ നമുക്ക് അങ്ങനെ ഒരു ഓളം ഉണ്ടായിട്ടുണ്ട്. ചിരിയും കയ്യടിയും ബഹളമൊക്കെ ആയിട്ടുള്ള എനിക്കും അങ്ങനെ ഒരുപാട് സിനിമകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം എത്രയോ മിനിമം 10 വർഷം തന്നെ പറയാം, ഇതുപോലുള്ള ആഘോഷിക്കുന്ന സിനിമ തിയേറ്ററിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമാവുന്നു, അത് വലിയ ഭാഗ്യം തന്നെയാണ്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ റെസ്പോൺസ്. നമ്മൾ തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്യുമ്പോൾ ചില സിനിമയുടെ ഇൻ്റർവൽ സീക്വൻസിലൊക്കെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഒരു ആവേശം ഉണ്ടല്ലോ. അതുപോലെ സിനിമ കഴിഞ്ഞ് അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി ചെന്നപ്പോഴും പിന്നെ ആൾക്കാരങ്ങോട്ട് ഭയങ്കര ഓളമല്ലേ. ഞാൻ കണ്ടു ദിലീപേട്ടനെ എടുത്തങ്ങ് ആ സ്ക്രീനിന്റെ ഭാഗത്തേക്ക് നിർത്തുന്നതൊക്കെ ആളുകളങ്ങ് പൊതിഞ്ഞു. അത് വെച്ചാൽ യൂത്തും എല്ലാവരും കൂടി കുടുംബ പ്രേക്ഷകരും കുട്ടികളും എല്ലാവരും എൻജോയ് ചെയ്യാന്ന് പറയണത് അതിന്റെ ഭാഗം സഹിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയാം. ഞാൻ ചില വീഡിയോസ് കണ്ടു, ഞാനിപ്പോ പ്രസ് മീറ്റിൽ കേൾക്കുന്നുണ്ടായിരുന്നു, അമ്മമ്മ വന്ന് ഹഗ് ചെയ്യുന്നതും ഒരു ചേച്ചി വന്ന് ഉമ്മ തരുന്നതും ഒക്കെ. നമ്മളിത് കാണുമ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരാൾ കരയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാന്ന് പറയില്ല. അപ്പോൾ ദിലീപേട്ടൻ ആ സന്തോഷം കൊണ്ട് കരഞ്ഞ സമയത്ത് എനിക്ക് ആക്ച്വലി പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയി. അത് വെച്ചാൽ ഭയങ്കര അടിപൊളി മൊമെന്റ്സ് ആയിരുന്നു ഈ ഒരു തിയേറ്റർ വിസിറ്റിൽ ദിലീപേട്ടൻ ഉണ്ടായിരുന്നത് അല്ലേ. ആൻഡ് ധനഞ്ജയ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ നമ്മൾ പറയുന്ന പോലെ ദിലീപേട്ടൻ, ധ്യാൻ ചേട്ടൻ, ലാലേട്ടൻ, വിനീതേട്ടൻ, ബൈജു ചേട്ടൻ, അശോക് ഏട്ടൻ, ഒരുപാട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ നമ്മൾ ഒരു കുടക്കീഴിൽ നിർത്തുമ്പോൾ അത് ഇതേപോലത്തെ ഒരു പ്രാന്തൻ പടം എടുക്കുമ്പോൾ ആ ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇവരൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ എഴുതിയ ഒരു ഡയലോഗ് അല്ലെങ്കിൽ എഴുതിയ സീൻ അത് പ്ലേ ചെയ്ത് കാണുമ്പോൾ കിട്ടുന്നൊരു കിക്ക് ഭയങ്കരമായിരുന്നു. അത് ഓരോ സീനിലും അല്ലെങ്കിൽ ഓരോ ഷോട്ടിലും അത് അനുഭവിച്ച് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഓരോ ഷോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും വിനീതേട്ടനാണെങ്കിലും ധ്യാനേട്ടനാണെങ്കിലും ബൈജു ഏട്ടനാണെങ്കിലും ബാക്കി എല്ലാ ആർട്ടിസ്റ്റും ഇപ്പോൾ റിയാസ് ഖാനാണെങ്കിലും ഒക്കെ ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ഷോട്ടും അവർ എടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ വേണം, ഇങ്ങനെ ഇവർ ചെയ്യണം, ഇങ്ങനെ എന്താ പറയുക. ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഇൻ്റർവെൽ ഫൈറ്റിലാണെങ്കിലും ചിരിച്ചിട്ടുള്ള അടി അത് ഭയങ്കര ഹൈലൈറ്റ്, അത് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു. ഇന്ന് ചിരിച്ചടിച്ചാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞാനും അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാനുണ്ടാവും സ്ക്രീൻ കണ്ടതിന് ശേഷം ഇപ്പോൾ റെസ്പോൺസ് എങ്ങനെ? ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ നമ്മൾ ചെയ്തൊരു സാധനം തിയേറ്ററിൽ ആൾക്കാർ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ഒന്നാമത് ഞാൻ ഇതേപോലെ കുറേ സിനിമകൾ ആഘോഷിച്ചിട്ടുണ്ട് തിയേറ്ററിൽ. ഇതേപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിനിമ ആളുകൾ കാണുമ്പോൾ ഭയങ്കര, പലപ്പോഴും ഞാൻ ഓരോ തിയേറ്ററിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ബാക്കിലാക്കും. ദിലീപേട്ടനൊക്കെ മുന്നേ പോകുമ്പോൾ ഞാൻ ബാക്കിൽ നിൽക്കും. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടിട്ട് നമ്മളെ കണ്ണിൽ വെള്ളം നിറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ് ഞാനെല്ലാം കണ്ടത്. വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുന്നു എന്നുള്ളത് ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ്. അവരെ സ്ക്രീനെ കൊണ്ടുവന്ന് അവരെ ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള അതിൻ്റെ അപ്പുറത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു രീതിയിൽ ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കുറേ ദിവസത്തേക്കുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഏകദേശം നല്ല രീതിയിൽ സ്റ്റിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്താണെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. കാരണം അതിന് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യാം. അതെ, നമ്മുടെ ഫാമിലി ഓഡിയൻസ് ഒക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ആദ്യത്തെ ശരിക്കും ഒരാഴ്ച ഫുൾ യൂത്ത് വന്ന് അത് യൂത്താണ് പിന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും കൂടി വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നില്ലേ. അത് നമുക്ക് ഭയങ്കര പ്ലസ് ആയിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഫുൾ ഫാമിലീസും കൂടി അതിൽ വരാൻ തുടങ്ങി. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ മുതൽ നൈറ്റ് ഷോ ഒക്കെ ആയപ്പോഴേക്കും അവരും ഒക്കെ വരാം. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് വലിയ സന്തോഷം തന്നെയാണ്. കുട്ടികൾ എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ചില സീൻസ് ഒക്കെ വരുന്നതിന്, അതായത് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് മത്സരമായിരുന്നു, ഇത് ആ സിനിമയിലെ ഡയലോഗല്ലേ, ഇത് മറ്റതല്ലേ, ഇത് ഈ കാർ ഇതിലല്ലേ എന്ന് പറയാൻ വേണ്ടി ആദ്യം ആര് പറയും എന്നുള്ളൊരു സാധനമായിരുന്നു. ശരിക്കും സിനിമയേക്കാൾ ഉപരി എന്തോ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നടന്നത്. അത്രയും സമയം അതിൻ്റെ അകത്ത് എന്തൊക്കെയോ നടന്നു. അമ്മ അതിലൊരു ഫീലായിരുന്നു. റിയാസ്ക്ക് ഒരു പൂക്കിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അറിയുന്നുണ്ടോ? ഏത് ഇന്റർവ്യൂ കണ്ടാലും ഞാനിത് എങ്ങനെയാ നേരത്തെ ഞാൻ വന്ന സമയത്ത് ഇട്ട ആ ഭയങ്കര കളർഫുൾ എന്ത് രസാ. സ്റ്റിൽ ഒരു പൂക്കി റിയാസ്ക.
അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ. ചെറിയൊരു സമയം കൊണ്ട് വന്നു, ആ സീൻ ഫുൾ തൂക്കി പോയി. എന്ത് കൈയടിയായിരുന്നു. വളരെ സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ. താങ്ക്സ് ടു ധനഞ്ജയൻ, താങ്ക്സ് ടു ധനഞ്ജയൻ. ഡയറക്ടർ ഇല്ലാതെ ഒന്നും ഇല്ലല്ലോ. അതെ. അപ്പോൾ ഓൾ ദ താങ്ക്സ് ടു ഡയറക്ടർ. എല്ലാം അങ്ങനെ കൺസീവ് ചെയ്തത് ധനഞ്ജയൻ തന്നെയാണ്. സിനിമ ഇങ്ങനെയാണ്, കാരണം ഇത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇന്ന സാധനങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. അത് ധനഞ്ജയൻ ആഗ്രഹിച്ച പോലെ തന്നെ ആ ആഗ്രഹിച്ച എല്ലാ സ്റ്റാർസിനെയും കറക്റ്റായിട്ട് ഇതിൻ്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലേട്ടനും അതുപോലെ കൃഷ്ണമൂർത്തിയോട് ചേർന്ന് ഈ സിനിമയിൽ ചോദിച്ച എല്ലാ കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. SJ സൂര്യ വരെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ക്യാമിയോ ചെയ്യാൻ വരെ തയ്യാറായി എന്ന് പറയും. അത് പറയാലോ, ഞാൻ വിചാരിച്ചു ഇനിയും അല്ല നമുക്ക് പറയാം, എവിടെ എന്തെന്നുള്ളതൊന്നും അറിയില്ല. അതെ അതെ, അല്ല ഞാൻ ഇപ്പൊ അടുത്തത് പറയാൻ പോയിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് റിപ്പോർട്ടറായിട്ട്? നമ്മള് ഇപ്പൊ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ ആ ഒരു ഭയങ്കര ഐക്കോണിക് ഡയലോഗായിരുന്നു, എനിക്കൊരു മിനിറ്റ് തരുമെന്ന്. അതിനുശേഷം ഇപ്പൊ പുതിയ ഡയലോഗൊക്കെ കിട്ടി നമുക്ക്. എങ്ങനെയുണ്ടായിരുന്നു? അതാ എനിക്ക് ഇഷ്ടപ്പെട്ടു, കിടിലനായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇത്രയൊരു മൾട്ടി സ്റ്റാർ പടത്തിൽ ഒരു ഭാഗമാകാൻ പറ്റും. അതുപോലെ അതിലെ ഡയലോഗ് നിങ്ങൾ നോട്ട് ചെയ്യുക, അതൊരു ആക്ടറിന് കിട്ടുന്ന ഒരു വലിയ കാര്യമല്ലേ. അതെ, അതൊരു സെലിബ്രേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും. ഇതിന്റെ ഷൂട്ടിംഗ് ഒരു സെലിബ്രേഷനാണ്. അതെ, എല്ലാ ദിവസവും സെലിബ്രേഷനാ. തിയേറ്റർ വിസിറ്റ് സെലിബ്രേഷനാ, ഇന്റർവ്യൂ സെലിബ്രേഷനാ, എല്ലാം ഒരു സെലിബ്രേഷനാ. ലൈഫാണ്, സെലിബ്രേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതാണ് കറക്റ്റ് വേർഡ്, ലൈഫാണ് സെലിബ്രേറ്റ്. അതെ, നമ്മള് ഈ നിമിഷം അല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരി വരുത്തേച്ച് അങ്ങോട്ട് ഒരു കാര്യമില്ല, എൻജോയ് ചെയ്യാൻ ഒരു മൊമെന്റ്. അതാണ് സ്പിരിറ്റ്. പക്ഷേ ഇതിന് ഞങ്ങൾക്ക് റെഡി ആയിട്ട് ഇട്ട് ഞാൻ കാത്തിരിക്കാം, ഷോട്ട് ഉണ്ടോ, അടുത്താണോ വെച്ചാൽ അത്ര എക്സൈറ്റ്മെന്റ് ആണ് ചെയ്യാൻ. അതെ, ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇത് ഫുൾ രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്തേ, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സാധാരണ രാത്രി ഷൂട്ട് ചെയ്യണ വലിയ താല്പര്യമില്ല, ഫൈറ്റ് ഒക്കെ എടുക്കണ രാത്രിയിലല്ലേ. ഞമ്മക്കൊക്കെ ചെയ്തപ്പോ തീരെ അങ്ങനെയൊക്കെ രാത്രി പോവോ അതൊക്കെ ചോദിച്ചു. പിന്നെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ സാൻഡി മാസ്റ്ററും എല്ലാവരും കൂടി വന്നിട്ട് അങ്ങോട്ട് ഹരാക്കാന്ന് പറയില്ലേ, നമ്മുടെ സ്റ്റണ്ട് എടുത്ത കലൈ കിങ്സ്റ്റൺ, അവർ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ നല്ല മ്യൂസിക്കലാണ്, ഗോപി സുന്ദറിന്റെ മ്യൂസിക്, അർമന്റെ ക്യാമറ, അങ്ങനെ ഒരുപാട് രഞ്ജൻ അബ്രഹാം എഡിറ്റിംഗ്, ഇങ്ങനെ എല്ലാ ഘടകങ്ങളും കൂടി ഒന്നിച്ച് അത്രമാത്രം ഷോർട്സ് ഉണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴേ, അത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈപ്പ് സോങ് ഒക്കെ, ആ ഹുക്ക് സ്റ്റെപ്പ് ഒക്കെ ആളുകള്, ഞങ്ങള് ബാൽക്കണിയിലാണ് ഇരുന്നത്, ഞങ്ങൾക്ക് അറിയായിരുന്നു താഴെ ഇരുന്നതിന്. പിന്നെ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം ബാൽക്കണി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ ചെക്കന്മാരൊക്കെ ഇറങ്ങി അങ്ങ് തുള്ളുവാ. ഈ ലാലേട്ടനായിട്ടുള്ള ഒരു ഹുക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇനി ഇൻസ്റ്റാഗ്രാം ഭരിക്കാൻ പോകുന്നത് ആ ഹുക്ക് സ്റ്റെപ്പ് ആയിരിക്കും. എനിക്ക് ഡാൻസർ ഇല്ലെങ്കിൽ ഞാൻ കളിച്ചത്. അതേപോലെ തന്നെ നമ്മളെല്ലാവർക്കും വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരു ലോറിനെ സീനിൽ കാണിക്കുക, ആ ലോറിക്ക് കിട്ടുന്ന കയ്യടി, ആ ലോറിയുടെ പേരിന് കിട്ടുന്ന കയ്യടി, ചഞ്ചൽ, ആ ഇതിങ്ങനെ വരുന്ന ആ ഒരു ലോങ് ഷോട്ടിൽ നിന്ന് തന്നെ ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര ഒരു മൊമെന്റാ. ഞങ്ങളത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അതേപോലെ അതിൽ ആ ഗാരേജ് സീനിൽ കാണിക്കുന്ന ഓരോ വണ്ടികൾക്കും ഫാൻസാ. അത് സി.ഡി. മൂസിലെ കാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് സീഡിയസ് കാർ തന്നെയാ, അത് ദിലീപേട്ടന്റെ കയ്യിലില്ലേ? ഉണ്ട്. അതാണ് നമ്മൾ വന്ന് അതുമേ അറിയാലോ, വന്നിട്ട് ലാലേട്ടൻ പരിചയപ്പെടുത്തുന്നതൊക്കെ. അത് ആ കാർ ഇപ്പോഴും അതിന്റെ കയ്യിലുണ്ട്. നേരത്തെ അത് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞു. ഏത് കാറുണ്ട്? കാറുണ്ട്, അതിന്റെ എഞ്ചിനൊക്കെ മാറ്റി വെച്ചേക്കാം. മനപ്പൂർവ്വം മാറ്റി വെച്ചാണോ അത്? ഇല്ലെങ്കിൽ ആൾക്കാർ അതൊന്നും ചോദിച്ചോണ്ട് എടുത്തോണ്ട് പോകും. ആ കാർ പിന്നീട് എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പിന്നെ ആ കാറ് നമ്മൾ പിന്നീട് ഉപയോഗിച്ചത് ഈ പടത്തിലാണ്, സൗണ്ട് തോമ പാട്ടിന്റെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സ്പീഡിൽ ഓടുന്ന കാറായിരുന്നു അത്. നമ്മള് ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോ ഭയങ്കര രസാത് ഓടിക്കാൻ. ഇപ്പൊ എഞ്ചിൻ മാറ്റി വെച്ചേക്കാത്, നമ്മള് ഷൂട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ എടുത്തു വെക്കും. അതേപോലെ തന്നെ സുന്ദരി, ഏ ഓട്ടോ. പക്ഷേ ഇത് ഇനി പറയുന്നോണ്ട് കുഴപ്പമുണ്ടല്ലോ, അജിനൊരു വലിയ പാട്ടിനെ കുറിച്ച് പറയാമോ? ആ പാട്ട് നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ ലേറ്റ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് എത്താൻ വേണ്ടി ഈ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു പ്രത്യേക തരത്തിൽ അത് നാച്ചുറലി ഉണ്ടാവും. ഇപ്പൊ
നമ്മൾ വളരെ സ്പീഡിൽ പോണ സമയത്ത് ഡ്രൈവർ അറിയാതെ ആരാണ് ഓടിക്കുന്ന ആ ആള് പതുക്കെ അത് ആ സമയത്ത് പറഞ്ഞ അറിയാതെ ആക്സിലേറ്റർ അത് ഇതായി പോകും. അത് ഉള്ളതാ, അത് സൈക്കോളജിക്കൽ ഒരു ഇത് സംഭവിക്കുന്ന കാര്യമാണത്. പക്ഷെ ഈ പാട്ടിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അതുണ്ട്. ആ പടം അത്രയും ഇതായ ഹിറ്റായ ഒരു പടമല്ലേ ഗില്ലി എന്ന് പറഞ്ഞ പടം. അതെ, വിജയുടെ ഗില്ലി എന്ന് പറഞ്ഞ പടം അത്ര അതിൽ ഓടിച്ച വണ്ടിയാണെന്നാണ് നമ്മൾ പറയണേ. അതെ, അതിൽ ഓടിച്ച വണ്ടി കൊടുത്തത് പുള്ളിയാണ്, ഡൽഹി ബാലയാണ്. അതെ, ആ വണ്ടിയാണ് നമ്മൾ എടുത്ത് ഓടിക്കണേ. അതുകൊണ്ട് ആ പാട്ട് ഇടണം എന്തായാലും. പിന്നെ പക്ഷെ റിയൽ അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര അത് ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ വിസിലടി മുതലേ അതെ വിസിലടി ഫുൾ കംപ്ലീറ്റ്ലി. അതാ ഞാൻ പറഞ്ഞു, ചില സീൻസില് നമുക്കറിയാം ഇന്ന ഡയലോഗ് ആയിരിക്കും, ഇദ്ദേഹത്തിന്റെ ഇന്ന ക്യാരക്ടറിന്റെ സാധനം ആയിരിക്കും നമുക്ക് അറിയാമെങ്കിലും അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, ഫുൾ ക്ലാപ്പ് ചെയ്യാം. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് റെഫറൻസിനാണ് ഏറ്റവും കൂടുതൽ കൈയറി കിട്ടിയത്? ഒരു ഗസ്റ്റ് റോൾ, ഒരു റോളിനാ. സലീമാട്ടത്തെ എസ്പെഷ്യലി ഒറിജിനൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അതിനുശേഷം എന്തെങ്കിലും ഡയലോഗ് ഉണ്ടോന്ന് എനിക്കറിയില്ല, കാരണം കേൾക്കാൻ പറ്റില്ല. അമ്മാതിരി കൈയടിയായിരുന്നത്. അങ്ങനെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. ഒരു ലാലേട്ടൻ ഫാൻ ആണല്ലേ? എല്ലാവരുടെയും ഫാനാണ്. അതാണല്ലോ നമുക്ക് ചെയ്യാൻ. പക്ഷെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടനെ എങ്ങനെ കാണണം, എന്തൊക്കെ നമുക്ക് ലാലേട്ടനിൽ നിന്ന് വേണമെന്ന് നമ്മൾ ഓരോ ആൾക്കാരും ആഗ്രഹിച്ചിരുന്നു. കംപ്ലീറ്റ്ലി കിട്ടി. ലാസ്റ്റ് ലാലേട്ടന് ഒരു ചോദ്യം ഉണ്ട്, മതിയോ? അങ്ങനെ മതിയില്ല. അത് തന്നെ അത് ഞങ്ങൾ തന്നെ പറഞ്ഞു മതി, ഇത് മതി ഞങ്ങൾക്ക്. അത് ഭയങ്കര ഒരു നല്ല ഒരു അടിപൊളിയായിരുന്നു. അതുപോലെ ലാലേട്ടൻ നല്ല ക്യൂട്ട് ലുക്ക് ആയിരുന്നു അല്ലേ? നല്ല ഹെയർ സ്റ്റൈൽ, ഭയങ്കര കുറച്ച് യങ് ആയ പോലെ. കുറച്ച് നല്ലൊരു യങ് ലുക്ക് ഉണ്ട്. ദിലീപേട്ടനെക്കാളും യങ്ങായോ ഓക്കെ. അതേപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ സെലിബ്രേഷൻ പറ? ക്രിസ്മസ് ബബ്ബോ തൂക്കിയില്ലേ? അതെ, നമുക്ക് വലിയ സന്തോഷമാണ്. ക്രിസ്മസ് കടന്ന് ഹാപ്പി ന്യൂ ഇയറിലേക്ക് കടക്കുകയല്ലേ. അതെ, വലിയ സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററിൽ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആവുക, ജനം അത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? ഈ സിനിമ ജനങ്ങൾ ആഘോഷിക്കണം. അതാണ് തിയേറ്ററിൽ നമുക്ക് കിട്ടിയത്. അത് വലിയ സന്തോഷമാണ്. ഞാൻ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ ഇൻ്റർവ്യൂസിൻ്റെ സംഭവം നടക്കുമ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞു, ഇത് ഒരിക്കലും ഇതിനെ കീറി മുറിക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ സിനിമ കാണരുത്. കാരണം ഇത് അങ്ങനത്തെ സിനിമയല്ല, ഇതൊരു സിനിമ, എൻജോയ് ചെയ്യുന്ന സെലിബ്രേഷൻ മൂഡ് ഒരു സിനിമ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇറങ്ങി എന്ന് പുറത്തേക്ക് വന്ന സിനിമ. അതന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ഒന്നുകൂടി കയറിയടാ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ പല തിയേറ്ററിൽ പോകുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഡാൻസ് ഒക്കെ വന്നപ്പോഴേ അതൊന്നുകൂടി കാണാൻ, കാരണം അതങ്ങനെ യൂട്യൂബിൽ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കൂടി കാണാൻ വീണ്ടും കയറുക എന്ന് പറയുന്നത് ഒരുപാട് 2-3 തവണയൊക്കെ കണ്ട ആൾക്കാരെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കണ്ടു. ഞങ്ങള് 3ാമത്തെ തവണ കേട്ടോ എന്ന് പറഞ്ഞിട്ട് 7 തവണ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ 7 times. ഒരു പയ്യൻ വന്ന് ഉമ്മയൊക്കെ വെച്ചിട്ട് പോയിപ്പോ ഞാനും കൊടുത്തു വരണം. ഇപ്പഴാ മറ്റെല്ലാരും അകന്ന് നിൽക്കരുത്, ഇപ്പോഴാണ് വന്ന് സ്നേഹത്തോട് ഉമ്മ വെക്കണം. അത് അതൊരു ഭീകരമായി പോയത്. മില്യൺസ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിങ്ങളെ ഏറില്ല, നിങ്ങളുടെ ഉമ്മ ഏറില്ല. അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ, റിയാസ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നോടൊന്നും പോകണ്ട, ഇവിടെ നിന്നോ, അതാ നല്ലത്. ഓക്കെ, ഇപ്പം യൂത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഫാമിലീസിലേക്ക് ഇറങ്ങി ചെന്നോണ്ടിരിക്കുന്നു. ഇപ്പം എല്ലായിടത്തും നോക്കിയാലും സെലിബ്രേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളിൽ ഇൻ കേസ് ആഫ്റ്റർ ഇപ്പോൾ തിയേറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ OTT-യിലേക്ക് ഇത് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കട്ട് റീൽസ് പോകുന്ന സിനിമ ബബ്ബ ആയിരിക്കും. ഇതിൽ ഓരോ സീനും അതിൽ എടുത്തു പറയണമെങ്കിൽ ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഫുഡിനെ കുറിച്ച് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഉറപ്പായിട്ടും അത് വേറെ ലെവല് പോകും അല്ലേ. എന്റെ കൂടെ ഉണ്ടായിരുന്നു ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാൾ, കണ്ടോ ഇതാണ് എന്റെ സ്റ്റാറ്റസ് സിനിമ, ആ ഒരു വൈബായിരുന്നു. സ്റ്റാറ്റസിന്റെ ടൈം മാത്രമേ ഉള്ളൂ ആ ഡയലോഗ്, എല്ലാം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. പക്ഷെ അത് ഭയങ്കരമായിട്ട് വൈറലാകാൻ പോകുന്ന ഒരു സാധനം. അതേപോലെ തന്നെയാണ് ധ്യാൻ ചേട്ടന്റെയും വിനീതേട്ടന്റെയും ഡയലോഗ്
അവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്തോണ്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഒരു വേദി ഉണ്ടാക്കി കൊടുത്താൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ആരെ ചോദിച്ചത്? വിനീതേട്ടനാണോ ചോദിച്ചത്? ധ്യാൻ ചേട്ടനാണോ ചോദിച്ചത്? അവസരം തരൂ. രണ്ടുപേരും ആ സീന് നമ്മൾ എടുത്തതിന് ശേഷം വിനീതേട്ടൻ പറഞ്ഞു എനിക്ക് കുറെ കാലമായിട്ട് പറയാൻ പറ്റാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ധ്യാനേട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാലമായിട്ട് മുഖത്ത് നോക്കി പറയേണ്ട കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും നമ്മളോട് അങ്ങനെ കമ്പനി ആയതുകൊണ്ട് പറയുന്നത്. അത് നമ്മള് ഇന്റർവ്യൂസ് കുറവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സീൻസ് കാണുമ്പോഴേ പക്ഷേ ഇത് ഇവർക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ ഇനി അത് പറയാൻ പറ്റാത്തോണ്ടാണ്. പക്ഷെ അതൊക്കെ ജനങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമാണ്. നമ്മള് സിനിമയെ എപ്പോഴും അങ്ങനെ കാണാൻ പാടുള്ളൂ. അല്ലാണ്ട് സിനിമയിൽ അത് വന്നു ഇത് ഭയങ്കര ഇതായിട്ട് മാറ്റി സിനിമയിൽ മാറ്റാം. അത് എന്തിനാ അങ്ങനെ? സിനിമ നമ്മളെ എൻജോയ് ചെയ്യാനാണ് കാണിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. സിനിമയായിട്ടേ കാണാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ സിനിമ എഴുതി കാണിക്കുമ്പോ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ ഇതുമായിട്ടുള്ള നമ്മൾ ഓരോ സീക്വൻസുകൾക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ സീക്വൻസുകളെ എങ്ങനെ ഹരമാക്കാന്ന് ചിന്തിക്കുന്നത്. അത് മാത്രമല്ല ഈ സീക്വൻസ് കൊണ്ട് ഈ കഥാപാത്രത്തിനെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു. ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ ഹാസ്യം കുറയുന്നു എന്ന് പറയുന്നതിന്റെ ഒരു വലിയ കാര്യം എന്ന് വെച്ചാല് നമ്മളൊക്കെ ചെയ്ത ഏകദേശം എനിക്ക് തോന്നുന്നു 2010 മുമ്പ് എടുത്തോളൂ ഉള്ള സിനിമകൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഥാപാത്രങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിനെ കളിയാക്കുമ്പോ ഇപ്പൊ പറയണത് അത് ബോഡി ഷെയ്മിംഗ് ആണ്, മറ്റേ അത് പൊളിറ്റിക്കലി എന്നൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മള് ഒരു കളം വരച്ചിട്ട് ഇത്തരത്തിനകത്ത് കളിക്കാൻ പാടുന്ന സ്ഥലത്തെത്തുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാവും. ഇത് ജീവിതമല്ലോ, നമ്മള് ഫിലിം അല്ലേ, അത് അങ്ങനെ കണ്ടുകൂടി. എനിക്ക് ആക്ച്വലി അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്ത് ആസ്വദിക്കണം എന്ന് വേറൊരാള് തീരുമാനിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതെ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു തമാശക്ക് ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ബോഡി ഷേമിംഗ് ആണേ, അയ്യോ സത്യം അങ്ങനെ പറയാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഒരു ബൈലോ ഉണ്ടാക്കണ പോലെ നമ്മൾ ഇന്ന വേർഡ്സുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളത് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ രാവിലെ എത്ര മണി വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഉച്ചയ്ക്കാണെങ്കിൽ ഇത്ര പാടുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോയാൽ കുഴപ്പമാണ്, അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പം, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കും? പക്ഷെ കാര്യങ്ങൾ പോകുന്ന സ്ഥലത്തേക്കാണ്. ആരുണ്ടാക്കുന്നതാണ്? കുറച്ചാളുകൾ. ഈ കുറച്ചാളുകളെ ഭയപ്പെട്ടാണ് ഇത് മുഴുവൻ എന്തിനാ? അത് ശരിയാ. നമ്മള് പണ്ട് ഒരുപാട് ചിരിച്ചിരുന്ന കോമഡി സീൻസ് ഇപ്പൊ അത് കീറി മുറിച്ചിട്ട് ആ ആൾക്കാർ ഇത് വേറൊരു പെർസ്പെക്റ്റീവ് ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു ഭാഗമല്ലേ സ്പ്രെഡ് ചെയ്യുന്ന പോലെ. എന്തിനാ അത്? നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് പോകുമ്പോഴല്ലേ ഇതൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ജനിച്ചു കഴിഞ്ഞ് മരിക്കുന്ന നിമിഷം വരെയുള്ള ഒരു അത്രേ ഉള്ളൂ. വളരെ കുറച്ച് സമയം. അത് ഓരോരുത്തരുടെ ആയുസ് പോലെ ഇരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ടൈം, ആ ടൈമിലാണ് നമ്മൾ ഈ സർക്കസ് മുഴുവൻ കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി വെക്കുക. ഓൺലി നല്ലതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതുപോലുള്ള സിനിമകൾ ഇറക്കുക, നമ്മൾ തിയേറ്ററിൽ അത് സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങൾ നല്ല സിനിമകൾ തരും, ഞങ്ങൾ അത് സ്വീകരിക്കും 2 കൈ നീട്ടി. ഇപ്പൊ ഇത് സ്വീകരിച്ചില്ലേ, അതേപോലെ ഞങ്ങൾ അത് നമ്മൾ അങ്ങനത്തെ സിനിമകള് ഓളം ഉണ്ടാക്കുക, ജനങ്ങൾ ഇതാവുക, തിയേറ്ററിൽ ആളും ബഹളാവുക. അപ്പൊ ഉത്സവമാണ് ശരിക്കും ഒരു സിനിമ ഇറങ്ങുമ്പോൾ. അങ്ങനെയാണല്ലോ, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ 29 ഇയേഴ്സ് ഉണ്ട്. ഞാൻ കുറെ ശരിക്കും എനിക്ക് 22 എന്തോ സംശയത്തിലേക്കായിരുന്നു. എന്നെക്കാളും 2 വയസ്സിനല്ല ഇത് അല്ലേ ചേട്ടാ? ചർമ്മം കണ്ടാ തോന്നില്ല എന്ന് കുറെ പേര് പറയാറുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ വിഷയം തരുള്ളൂ. നമ്മള് കൊറേ തിയേറ്ററിൽ അപ്പൊ കൊറേ സിനിമകൾ കാണാറുണ്ട് തിയേറ്റേഴ്സില്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോന്ന്. ഈ മറ്റേ പേപ്പറൊക്കെ കീറിയിട്ട് എറിയില്ലേ, അതൊക്കെ ഇപ്പോഴും ആൾക്കാർ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ പടത്തിൽ ഞാനത് കണ്ടു. ഐ മീൻ ഈ തിയേറ്ററിൽ ഈ പടം കാണാൻ പോയപ്പോ ഞാനത് കണ്ടു. അപ്പോഴാണ് ശരിക്കും പണ്ടത്തെ ആളിപ്പം നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്ന സിനിമയിൽ ഇപ്പം ലാലേട്ടന്റെ പടം ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു, മമ്മൂട്ടിയുടെ പടം ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയില്ലേ, അത് ഈ ഒരു സമയത്ത് തിയേറ്റർ പൂരപ്പറമ്പാക്കിയത് ലിറ്ററലി എക്സ്പീരിയൻസ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പം സോന പാട്ട്
നമ്മൾ ആ പാട്ട് ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാട്ട് അതിൽ ഇടിക്കാനും പറ്റുമെന്ന് നിങ്ങൾ കാണിച്ചു. അതൊരു മണിച്ചേട്ടനായിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്. അതെ അതെ. നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു സോങ് ഉണ്ടെന്ന് അറിയാം, പിന്നെ പക്ഷെ ആ പാട്ട് വന്നപ്പോഴും ആളുകൾ അത് ഇപ്പൊ മണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മണി ഉറപ്പായിട്ട് ഈ സിനിമയുടെ ഭാഗമായി. ഉറപ്പായിട്ടും. പിന്നെ നമ്മള് ഓരോ ഇപ്പൊ നമുക്ക് സലീമിന്റെ അവരത് സലീമിനെ ഒരു സീൻ 2 സീനിലേ വരുന്നുള്ളെങ്കിൽ അതുപോലെ മണി ഉണ്ടാവും. അതെ, അതൊക്കെയാണ് നമുക്ക് മിസ്സായിട്ടുള്ളത് കുറെ കാര്യം. ഇപ്പം നിങ്ങളുടെ ഒരു കോംബോക്ക് ഒരു ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ടോ? പൊതുവെ പറയാറുണ്ട്. ഉണ്ട്. അത് ഇതിലൊരു ഭാഗമായിട്ട് മാറി. ആയിക്കോട്ടെ, എല്ലാം സമ്മതിച്ചല്ലേ, എന്തെങ്കിലും കൗണ്ടർ പറയാം. എല്ലാം നല്ലത് നടക്കണല്ലോ. എന്തിനാണത് ലക്ക്? അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അതല്ലേ. ഓക്കെ, ശരി, അങ്ങനെ ആവട്ടെ. അങ്ങനെ ആവട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഗില്ലി ബ്രദേഴ്സിന്റെ എന്തെങ്കിലും ഒരു പാർട്ട് 2 നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവോ? അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. അതെ, പക്ഷെ എന്നാലും അത് നിങ്ങളൊരു ഒഫീഷ്യലി ഞങ്ങൾക്കൊരു കൺഫർമേഷൻ തരണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് തരാം. കൺഫർമേഷൻ നിങ്ങൾ ഈ സിനിമ ഇപ്പൊ 50 കോടിയിൽ എത്തിയിട്ടുള്ളൂ, ഒരു 100-150 കോടിയിൽ എത്തിച്ച പറയും. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ട്രീറ്റ് ചെയ്യും? എന്തും ട്രീറ്റ് ചെയ്യും. ഓൺ മസ്താനിനെ ട്രീറ്റ് ഗില്ലി ബ്രദേഴ്സിനെയും ഓസ്കാർ ബ്രദേഴ്സിനെയും കൊണ്ടുവരാം. ഓൺ റെക്കോർഡാണ്, ഞങ്ങൾ കട്ടയില്ല. ഓക്കെ, എന്നാ പിന്നെ ഈ സിനിമ 100-150 കോടിയിൽ കയറാൻ ഞാൻ ആത്മാർത്ഥത്തോടും പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടനെ ചിരിച്ചോണ്ടുള്ള ഒരു ഇടി, അത് നമ്മൾ അധികം സിനിമകളിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ, ഇങ്ങനത്തെ ഒരു വൈബ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു സാധനം പറയുമ്പോൾ ദിലീപേട്ടന്റെ മൈൻഡിൽ ആദ്യം വന്നത് എന്താ? ചിരിച്ചോണ്ട് ഇങ്ങനെ തലാട്ടിയിട്ടുള്ള ഒരു സാധനം ഇല്ല അതില്? ഒരു ആവേശമല്ലേ എന്നൊക്കെ പറയാ, അതല്ലേ പട്ട്. അത് എന്ത് തരത്തിലും ചെയ്യാലോ, കരഞ്ഞോണ്ടല്ലോ ഇതാക്കുന്ന. വട്ടമുള്ള ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്തിട്ടാണ്. സിഗരറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇവിടുന്ന് പിടിച്ച്, അപ്പത്തേക്ക് ഇവിടുന്ന് റോക്കറ്റ് പോയി അത് കത്തിച്ചോണ്ട് പോയി. മണ്ണ് പോകുന്നു. അത് വെച്ചാൽ നമ്മള് അതാ പറഞ്ഞേ, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ ലൈസൻസ് അതാണ്. ഈ സിനിമയിൽ അതാണ് ഇതിനകത്ത് സംഭവം. മെജോറിറ്റി 1-2 പേരാണ് ഇതിനെ തെറി പറയുന്നത്. മെജോറിറ്റി അത് അപ്രൂവ് ചെയ്തിട്ട് അത് എൻജോയ് ചെയ്യാണ്. അത് ഈ സിനിമയിലെ സമ്മതിക്കുള്ളൂ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് വേറെ സിനിമ ചെയ്യുന്നതില് വെറുതെ നടന്നു പോകുമ്പോ ഒന്ന് ഇതൊക്കെയപ്പോ അവിടുന്ന് ഒരു റോക്കറ്റ്, അതും മതി ആ സിനിമ തീരാൻ. ഈ സിനിമയ്ക്ക് വേറെ ലൈസൻസാ. അതല്ലേ നമ്മള് മറ്റേത് ഇങ്ങനെ വെച്ച് ഇത് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് അത് കത്തിച്ചിട്ട് പോയി. ഇത് പറയുന്നത് രജനീകാന്ത് പടത്തിലൊക്കെ മാത്രം കാണുന്ന സാധനങ്ങളാണ് ഈ പടത്തിൽ. റോക്കറ്റ് എടുത്ത് പിടിച്ചിട്ട് ഇതിലെ വിടുന്നു ഇങ്ങനെ വിടുന്നു. അത് അഭിനയിക്കാൻ പറ്റ പാടെന്ന് വെച്ചാൽ ഈ സാധനം ഇല്ലല്ലോ നമ്മുടെ. അപ്പൊ അവര് ഇങ്ങനെയൊക്കെ കാണിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തോ നിങ്ങൾ കാണിക്കണം? ഒരാള് നിന്നിട്ട് ഇങ്ങനെ കാണിക്കണു, ഫൈറ്റിന്റെ ആള്. അപ്പൊ ഞാൻ ധനജി എന്നിട്ട് അത് റോക്കറ്റ് ഓക്കെ, ആ റോക്കറ്റ് പിടിച്ച് ഇത് കത്തിക്കാൻ പോയ സമയത്ത് അവിടുന്ന് വേറെ ആളെ തല്ലാൻ വന്നു. അപ്പൊ ആ റോക്കറ്റ് വേഗം വിട്ടു, അതിനിങ്ങനെ വിട്ടു. എന്നിട്ട് ഇയാൾക്കുള്ളത് അവിടുന്ന് മാറി കയറ്റി ഈ റോക്കറ്റ് പിടിച്ചു. എന്നപ്പോഴേക്കും അത് പിടിച്ചപ്പോഴേക്കും വേർത്ത് വന്നപ്പോഴേക്കും അത് ഇങ്ങനെ വിട്ടിട്ട് ഇവിടെ ഇട്ട് പിടിച്ചു. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളത് മൈൻഡ് ഗെയിമാണ്. ഈ റോക്കറ്റ് പോകുന്നത് ഞാൻ കാണണം, എന്നിട്ടാണ് ഈ റോക്കറ്റ് ഞാൻ ഇതില് വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ഇട്ട് പിടിക്കണം. അപ്പൊ ഞാൻ വരുമ്പോ കാരണം വെച്ചാൽ ഒരാൾ ഇങ്ങനെ പിടിക്കുന്നു, ഒരാൾ ഇങ്ങനെ പിടിക്കുന്നു. എനിക്ക് എന്ത് സംഭവം. പിന്നെ റോക്കറ്റ് വെച്ചിട്ട് കാണിച്ചു ഇങ്ങനെ ഇതാ, അങ്ങനെ കണ്ടാലേ നമുക്ക് ഇത് ടൈമിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണേ. അതിനൊക്കെ തിയേറ്ററിൽ അല്ലേ ഭയങ്കര ആവേശം കൈയടി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാന്തം തോട്ടല്ലേ. പോണ റോക്കറ്റൊക്കെ സിഗരറ്റ് വിൽക്കാൻ വെക്കാന്ന് പറഞ്ഞത് അതിൽ തന്നെ അറിഞ്ഞൂടെ. അതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു ലോജിക്കില്ല. എന്നിട്ട് അതിനെയാണ് മോശമായിട്ട് സംസാരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇയാൾക്ക് വട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരവസ്ഥയില്ല. വട്ടാണെന്ന് പറഞ്ഞിട്ടാ വന്നേക്കണേ. ലോജിക് ഇല്ല, ഓൺലി മാറ്റേഴ്സ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൈകിട്ടിയ വേറൊരു സീനാ വെട്ടത്തിൽ ആ ചേട്ടന്റെ ഹലോ നമസ്കാരം, ആ ഒരു സാധനല്ലേ, അതും ഭയങ്കരമായിട്ട് ആൾക്കാരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെയാണ് ലാലേട്ടന്റെ ബുള്ളറ്റ്, പിൻഗാമി, സ്നേഹവീട്, പിന്നെ അലിബായ്, അതിലെ ഹുക്ക് സ്റ്റെപ്പ്. പിൻഗാമിയിലാണ് അത് ആദ്യം വന്നത്. KL113433 ഉറപ്പില്ല അങ്ങനെ അതല്ലേ നമ്പർ.
ഇപ്പോ ബബ്ബയിലും അങ്ങനെ കുറെ പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറൊരു എവിടുന്ന് തുടങ്ങും? ഇതുവരെ പിടിച്ചിട്ടില്ല ഒരു നമ്പർ, ചിലപ്പം ഇനി വരുമ്പോൾ പറയുമായിരിക്കും ആളുകൾ. ആണോ KL? ഇല്ല, വേറെയും വണ്ടികളിൽ വേറെയും കുറച്ച് റെഫറൻസുകൾ വെച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ ഇനി വരുമ്പോൾ ആളുകൾ മനസ്സിലാക്കുമായിരിക്കും. ഡയറക്ടർ ബ്രില്യൻസ്. ആ നമ്പറുകൾ തന്നെ. ഓക്കെ അപ്പം എന്തായാലും ലില്ലിയുടെ നമ്പർ അത് ജിപ്സിയുടെ 100. 100. ഓക്കെ അപ്പൊ എന്തായാലും കുറെ ഞാൻ പറഞ്ഞ പോലെ എവിടെ നിന്ന് തുടങ്ങും എന്ത് എടുക്കും എന്ന് അറിയാത്തതുകൊണ്ട് ഞാനും ഒരു ഭ്രാന്ത് പോലെയാണ് ഇന്റർവ്യൂ എടുത്തത്. അപ്പോൾ സിനിമ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദിവസങ്ങൾ ഇനിയും തിയേറ്ററിൽ ഓടട്ടെ, ഒരുപാട് പേര് നിങ്ങളുടെ സിനിമകളെയും നിങ്ങളെയും ആഘോഷിക്കപ്പെടട്ടെ. ഇന്റർവ്യൂ എൻ്റെ മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ദിലീപേട്ടൻ്റെ അടുത്താണ്, അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമായിരുന്നു, എന്ത് ആങ്കർ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ ഒരു സമയത്താണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല കമന്റ്സും ആൾക്കാർക്ക് എൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ്സ് ഒക്കെ മാറി തുടങ്ങി. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ പോവായിരുന്നു. പിന്നെ ഒരു അവസരത്തിൽ ഞാനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു, വീണ്ടും ആ ഹെയ്റ്റൊക്കെ ഞാൻ തിരിച്ചു വാങ്ങി. അതിനുശേഷം റീ എൻട്രിക്ക് പോകുന്ന സമയത്ത് ഞാൻ മനഃപൂർവ്വം എൻ്റെ ഫ്ലൈറ്റ് മിസ് ചെയ്തു, എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ നിർബന്ധപൂർവ്വം രണ്ടാമത് ഫ്ലൈറ്റ് എടുത്ത് എനിക്ക് പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റില് ദിലീപേട്ടനുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ചോദിച്ചല്ലോ മസ്താൻ എവിടെ പോണേ, അപ്പൊ പറഞ്ഞു ഞാൻ എന്നിട്ട് ബസ്സിനടുത്ത് പറഞ്ഞു തോന്നുന്നു നിങ്ങളുടെ ഷോ നടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിരുന്നു. അതെ അതെ. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടില്ല. അപ്പൊ ആ ഒരു സമയത്തും ദിലീപേട്ടൻ ഉണ്ടായിരുന്നു. ആ റീ എൻട്രിക്ക് ഞാൻ ഇട്ടത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇന്റർവ്യൂവിന് ഞാൻ ഇട്ട ഡ്രസ്സാണ്. തിരിച്ച് ഞാൻ ഇറങ്ങി വന്നപ്പോ അതേ സ്നേഹം എനിക്ക് വീണ്ടും കിട്ടി. അപ്പൊ അറിയാതെ എന്റെ നല്ല സമയങ്ങളിൽ ദിലീപേട്ടൻ ഒരു പാർട്ടായി മാറിയിട്ടുണ്ട്. യു ആർ മൈ ആൻഡ് ഈ സിനിമ ഇനിയും നല്ല 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 ദിവസങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ ഹൗസ്ഫുൾ ആയിട്ട് ഓടട്ടെ. ഇനിയും ഞങ്ങൾക്ക് ഇതേപോലുള്ള സിനിമകൾ തരണം, ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. 2026 നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമാവട്ടെ. ഒരുപാട് നല്ല നല്ല സിനിമകൾ, ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങളെ തേടി വരട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.